കിട്ടിയ മക്കളെ ഇതാ പൊളപ്പൻ സാധനം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഏകദേശം 3 കിലോന്ന് മുകളിലുണ്ട്. അടിപൊളി. ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ദർശൻ ട്രാവൽ ആൻഡ് ഫുഡി ബൈ വിപിൻ നമ്പ്യാർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സുഹൃത്തിൻ്റെ വേറൊരു ഹോബീനെ പറ്റി. ആ ഹോബി നമുക്കിപ്പോൾ കാണാം. എന്താണ് ആ ഹോബി എന്ന്. അദ്ദേഹത്തിൻ്റെ ഇന്നലെ നല്ലൊരു പാട്ടൊക്കെ പാടുന്നൊരു വീഡിയോ ഇത് അവിടെ വന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാസർഗോഡ് ജില്ലയിൽ കീഴൂർ, അതായത് നമ്മൾ ചന്ദ്രഗിരി കാസർഗോഡ് നിന്ന് കാഞ്ഞങ്ങാടേക്ക്, ചന്ദ്രഗിരി വഴി കാഞ്ഞങ്ങാടേക്ക് പോകുമ്പോൾ മേൽപ്പറമ്പിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട് കീഴൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. കീഴൂരിൻ്റെ അകത്ത് വരുമ്പോൾ ഹാർബറിലേക്ക് ബോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ, അതായത് കടലും പുഴയും കൂടുന്ന സ്ഥലമാണ്. അവിടെ കടലിന് ഏകദേശം ഉള്ളിലോട്ട് ഏകദേശം ഒരു 200-300 മീറ്ററോളം, 300 മീറ്ററിന് അധികം ഇങ്ങനെ കല്ല് പാവിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് 2 വശങ്ങളിലും. അവിടെ നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെ സ്റ്റിക്ക് കൊണ്ട് മീൻ പിടിക്കുന്നവർ, ഫിഷിങ് ചെയ്യുന്നവർ. അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് വന്നത്. കാണാൻ എൻ്റെ സുഹൃത്ത് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഫിഷിങ്ങിൻ്റെ ഇങ്ങനെ പ്ലാനിങ്ങിലുള്ള ഒരാളെന്തോ ഫോണിൽ രണ്ടുപേരും അവിടെ പിടിക്കുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് ഇതാണ് ആ കാഴ്ച. എൻ്റെ ബാക്ക് നിങ്ങൾക്ക് കാണാം. എത്രത്തോളം ബാക്കിലോട്ട് ഇങ്ങനെയുണ്ട്. അതാണ് ശരിക്കും നമ്മൾ കാണുന്ന കര. ഇവിടുന്ന് ഏകദേശം കാണുമ്പോൾ ഒരു 1/2 കിലോമീറ്റർ ദൂരോട്ട് പോകും. നിങ്ങൾക്ക് കാണാം, ഇതാണ് കര. അപ്പോൾ അതങ്ങനെ അതിനെ കൂടി നമ്മൾ ആ കീഴൂർ അവിടുന്ന് വന്നിട്ട് നേരെ ഇങ്ങനെ അതുവഴിയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. പക്ഷെ അവിടെ നമ്മളെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് അതുവഴി അവിടെ നിന്ന് ഇറങ്ങി അപ്പുറത്ത് കാണുന്ന ബ്രിഡ്ജാണ് നമ്മുടെ റെയിൽവേ ബ്രിഡ്ജാണത്. നമ്മൾ ബാംഗ്ലൂർ ഭാഗത്തേക്കും കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ ട്രെയിൻ പോകുന്ന ബ്രിഡ്ജാണ് ആ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലോട്ടുള്ള സംഭവമാണ് ഈ കല്ലൊക്കെ പാഴിയിട്ടുള്ളത്. സെയിം ഒരു വർഷം കൂടി അപ്പുറത്ത് കാണാം. അതുപോലെ തന്നെ അവിടെ ഇതിനെക്കാട്ടി കുറച്ച് കൂടുതലുണ്ട് അപ്പുറത്തെ വശത്ത് ഇങ്ങനെ കല്ല് പാവിൽ. അവിടത്തേക്ക് വരണമെങ്കിൽ നമ്മുടെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ തളങ്കര പോർട്ട്, അതായത് ഹാർബർ. തളങ്കര ഹാർബറാണ് നമുക്ക് ആ കാണുന്നത്. അവിടെ ദൂരം കാണുന്നത് തളങ്കര ഹാർബർ. അപ്പോൾ അതുവഴി വരാം. അപ്പോൾ നമുക്ക് കാസർഗോഡുള്ള ആൾക്കാർക്ക് ഏകദേശം നീലേശ്വരം, കാഞ്ഞങ്ങാട് ഈ ഭാഗത്തേക്കുള്ളവർക്ക് ഫിഷിങ് ചെയ്യണം, ഫിഷിങ്ങിൻ്റെ താല്പര്യമുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് ഫിഷിങ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഫിഷിങ്ങിന്. ഞാൻ സജസ്റ്റ് ചെയ്തൊരു സ്ഥലമാണിത്. ഇവിടെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞു മീൻ നല്ലോണം കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. കിട്ടുന്നത് ഇല്ലയെന്ന് അറിയില്ല. എന്നാലും നമ്മൾ അതിന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഫിഷിങ്ങിൻ്റെ കുറച്ച് കാഴ്ചകളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദർശൻ ട്രാവൽ ആൻഡ് ഫുഡി ബൈ വിപിൻ നമ്പ്യാർ എന്ന ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഇതിൻ്റെ ബാക്കിയുള്ള കാഴ്ചകളും എല്ലാം ആയിട്ട് ഒരു വീഡിയോ
ഞാൻ പറഞ്ഞില്ല ഇവരുടെ ഹോബി എന്താണ്. അതിലൊരു ഹോബിയാണ്, വേറൊരു ഹോബിയാണ് സുദീപ് ഭായിയുടെ നമ്മുടെ ചങ്ക് ബ്രോ കൂടെ ഉണ്ട്. ഇവരും എല്ലാവരും പിന്നെ ചങ്ങായും കൂടി ഉണ്ട്. അപ്പോൾ സുധീരാട്ടിൻ്റെ മോഹൻ നമ്മളെ കൂടി ഉണ്ട്. വേണം മോനോട് നമ്മളെ ക്യാമ്പ് എടുത്ത് പോകുന്നുണ്ട്. ക്യാമ്പ് എവിടെയാണ് ക്യാമ്പ്? ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ഫിഷിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. ഒരു കൈ നോക്കിയിട്ടുണ്ട്, നമുക്ക് കാണാം. ഓക്കെ, ബാക്കി വീട്ടിൽ കൂടെ ഉണ്ടാവും. കിട്ടി മക്കളെ, ഇതാ പൊളപ്പൻ സാധനം നോക്കി കണ്ട, ഒരു 3 കിലോ മുകളിലുണ്ട്.